മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നരച്ച മുടി പലർക്കും ഒരു വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഹെയർ ഡേയും മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പുറത്തുനിന്നും ഹെയർ ഡേ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പം അതിലുള്ള ഇൻഗ്രീഡിയൻസ് പലർക്കും അലർജിക്കൊക്കെ കാരണമാകാറുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ഹെയർ ഡേ തയ്യാറാക്കാം. ഞാനിന്ന് ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് തൈരാണ്. തൈര് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ തൈര് വളരെ നല്ലൊരു ഹെയർ കണ്ടീഷണറും കൂടിയാണ്. അതുപോലെ ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ തൈര് ഉപയോഗിക്കാറുണ്ട്. അതിനുവേണ്ടി മാത്രമല്ല, നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ടും ഈ തൈര് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തൈര് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴയൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ വേണം നമ്മളെപ്പോഴും ഡൈ തയ്യാറാക്കാനായിട്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഉപയോഗിക്കാം. ആവണക്കെണ്ണ യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് മുടിയിൽ അതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതിഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ മാത്രം എടുത്താൽ മതി. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ്. ഈ കാപ്പിപ്പൊടി നമ്മുടെ സാധാരണ കാപ്പിപ്പൊടിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല. കാപ്പിക്കുരു പൊടിച്ചെടുത്ത നല്ല കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ എടുത്തിരിക്കുന്ന കാപ്പിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാപ്പിപ്പൊടിയും മുടിക്കേറെ ഗുണം നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. മുടിക്കൊരു ഡാർക്ക് കളറ് കിട്ടുന്നതിനും മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ സ്കാപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനുമൊക്കെ ഈ കോഫി പൗഡർ സഹായിക്കുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. ഇനി നമുക്ക് ഒരുപാട് ലൂസായിട്ട് ഇത് വേണ്ട, നമുക്ക് ആവശ്യമുള്ള പൊടികൾ എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വീതം എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടി ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കാപ്പിപ്പൊടി എത്ര സ്പൂണാണോ എടുക്കുന്നത് അതനുസരിച്ച് വെളിച്ചെണ്ണയും തൈരും ഒക്കെ അത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള രീതിയിൽ എടുക്കാം. തൈര് തലയ്ക്ക് നല്ലൊരു തണുപ്പ് നൽകുന്നതാണ്. അത് തണുപ്പായതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ജലദോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് അല്പം പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി ചേർത്തിട്ട് തേക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ തൈരും കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 3 പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുകൂടി നമ്മൾ നമ്മുടെ ഈ ഡൈയുടെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ നിന്നും 1 സ്പൂൺ ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ജ്യൂസ് ചേർക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസായി പോകരുത്. ഡൈ ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ പിടിക്കാതെ ഒഴുകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു ഡൈ നമ്മുടെ തലയിൽ തേക്കുമ്പം ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കറുത്ത കളർ മുടിക്ക് കിട്ടില്ല. ആഴ്ചയിൽ നമ്മൾ സ്ഥിരമായിട്ടത് തേച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു കളർ കിട്ടത്തുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഡൈ ഒക്കെ ആണെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ തന്നെ നമുക്കത് ഇൻസ്റ്റൻ്റായിട്ട് കളർ കിട്ടും. വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന ഡൈ പെട്ടെന്ന് തന്നെ ഒരു കളർ കിട്ടുന്നതിനായിട്ട് നമ്മളിതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്, നീലയമരിയുടെ പൊടിയാണ്. അത് നമുക്ക് ആവശ്യമുള്ളത് ചേർക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നീലയമരി പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നീലയമരി പൊടി ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായിട്ട് കലക്കണ്ട, അല്പം തിക്കായിട്ട് തന്നെ കലക്കിയാൽ മതി. നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡൈയുടെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് ലൂസായി പോകരുത്. ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് കലങ്ങി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് കലക്കുന്നത്. നമ്മൾ തൈരൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിന് തണുപ്പാണ്. അപ്പോൾ ഇത് തണുപ്പിൻ്റെ കൂടെ ആകുമ്പോൾ ഇത് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് താമസിക്കും. അപ്പോൾ ഇതുപോലെ അങ്ങ് കലക്കി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെ നമ്മളെപ്പോഴും ഡൈ തയ്യാറാക്കണം എന്ന് പറയുന്നത് ആ ഇരുമ്പിൻ്റെ ഗുണങ്ങളും കൂടി അതിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇരുമ്പ് ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ബൗളിൽ ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ആണിയോ മറ്റോ ഇട്ട് വെച്ചിരുന്നാലും മതി. കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഇപ്പം നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഇത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം എടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നല്ല ഡാർക്കായിട്ടൊക്കെ കിട്ടണമെങ്കിൽ ഒരു ദിവസമൊക്കെ നമ്മളിതിങ്ങനെ വെക്കണം. നീലമരിപ്പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ മുടിയിൽ തേക്കുമ്പോൾ തന്നെ നല്ല കളർ ഇതിലേക്ക് മുടിക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഷാമ്പൂ ചെയ്ത് ഒട്ടും എണ്ണമയമില്ലാത്ത മുടിയിൽ ഇത് തേച്ച് കൊടുക്കാം.
ഇത് മുടിയിൽ തേച്ചിട്ട് 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ കഴുകി കളയാൻ പാടുള്ളൂ. അപ്പോഴത് മുടിയിലേക്ക് നന്നായിട്ടത് പിടിച്ച് കിട്ടത്തുള്ളൂ. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമ്മൾ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് വേറെ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.